എസ് ടി സന്യാസ സമൂഹത്തിൻ്റെ കോതമംഗലത്തുള്ള സെൻറ്റ് വിൻസെൻറ്റ് പ്രൊവിൻഷ്യൽ ഹൗസിലാണ് ഞാനിപ്പോൾ. എന്നോട് കൂടെയുള്ളത് സിസ്റ്റർ ജിസാറാണി എസ് ഡി ആണ്. സിസ്റ്റർ ഈ ഒരു പ്രൊവിൻസിൻ്റെ മുൻ പ്രൊവിൻഷ്യാളായിരുന്നു. അതോടൊപ്പം തന്നെ അപകടത്തിൽ മരിച്ച സിസ്റ്റർ ഹെയ്സ്ലേറ്റിൻ്റെ ബാച്ച്മേറ്റും കൂടിയാണ്. ഇവരൊരുമിച്ചായിരുന്നു സന്യാസം സ്വീകരിച്ചതുമെല്ലാം. സിസ്റ്റർ ഹെയ്സ്ലേറ്റിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോൾ നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. സിസ്റ്റർ ഹെയ്സ്ലെറ്റിനെ കുറിച്ച് പങ്കുവയ്ക്കാനായിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഉള്ളിൽ അതിലേറെ സങ്കടമുണ്ടെങ്കിൽ ആ വേർപാട് വളരെ ഒരു ഭാരമായിട്ടുള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഞങ്ങൾ ഒരുമിച്ച് 1988 ഞങ്ങൾ സന്യാസ സമൂഹത്തിൽ ചേർന്നതാണ് എസ് ഡി സഭയിൽ. അന്നു മുതൽ 4-4.5 വർഷത്തോളമുള്ള ഞങ്ങളുടെ പരിശീലനം കഴിഞ്ഞ് 1992 ഫെബ്രുവരി 10 ഞങ്ങൾ ഒരുമിച്ച് സന്യാസ ജീവിതം ആരംഭിച്ചു. സിസ്റ്റർ ഹെയ്സ്ലെറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആഴമായൊരു ആത്മീയതയുടെ ഒരാളാണ്. ഒത്തിരി ത്യാഗം സഹിച്ചും താപസികത ഏറ്റെടുത്തും പ്രാർത്ഥനാ ജീവിതത്തിൽ നല്ലപോലെ ആഴപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ അകത്തും പുറത്തും ഞങ്ങളുടെ എസ് ഡി സന്യാസ സമൂഹത്തിൻ്റെ ഒരു ക്യാരിസം എന്ന് പറയുന്നത് പാവങ്ങളിലേക്ക് കൂടുതൽ കടന്നു ചെല്ലുക എന്നുള്ളതാണ്. ആ ഒരു സിദ്ധി ജീവിതം മുഴുവനും ഏറ്റെടുത്ത് എസ് ഡിയിലേക്ക് തന്നെ ആയിരുന്നു സിസ്റ്ററിൻ്റെ വിളിയെന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഉള്ളിലാണെങ്കിലും ആവശ്യങ്ങൾ സിസ്റ്ററിനറിയാം, എല്ലാവരുടെയും കാര്യങ്ങൾ അറിയാം, എല്ലാത്തിലും നല്ലൊരു ശ്രദ്ധയുണ്ട്, എല്ലാവരോടും ഒരു തുറന്ന സ്നേഹമുണ്ട്, നല്ലൊരു ആഴമായ സൗഹൃദവും നർമ്മരസവും കൊച്ചു കൊച്ചു തമാശകളും ഒക്കെ പറഞ്ഞ് സമൂഹത്തെ എപ്പോഴും ലൈവാക്കി കൊണ്ടുപോകുവാൻ സിസ്റ്റർ ഹെയ്സ്ലെറ്റിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ്, ഒരു സ്റ്റെപ്പ് എപ്പോഴും സമൂഹത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിസ്റ്റർ ഹെയ്സ്ലെറ്റ് ഏത് സമൂഹത്തിലാണെങ്കിലും ആ സമൂഹത്തിന് അവിടെ ആയിരിക്കാൻ ഒരു സന്തോഷമാണ് സിസ്റ്റർ ഹെയ്സ്ലെറ്റിൻ്റെ. അതുപോലെ ഞങ്ങൾ സിസ്റ്റർ ഹെയ്സ്ലെറ്റിൻ്റെ പ്രൊഫഷനെ കുറിച്ച് പറയുമ്പോൾ ടീച്ചറാണ്. പല സ്കൂളുകളിൽ മലയാളം ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അധ്യാപനം എന്ന് പറയുമ്പോൾ ഒരു യുണീക്കായിട്ടുള്ളൊരു വ്യതിരിക്തമായ രീതിയിലാണ് സിസ്റ്റർ തൻ്റെ അധ്യാപനത്തെ കണ്ടിരുന്നതെന്ന് ഞങ്ങൾക്ക് സിസ്റ്ററിൻ്റെ പങ്കുവയ്ക്കലിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അതങ്ങ് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതി, കുട്ടികളെ വിദ്യ അഭ്യസിക്കുന്ന അറിവ് പകർന്നു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഓരോ കുഞ്ഞിനെയും നന്നായി അറിയാം, ആ കുഞ്ഞിൻ്റെ പ്രത്യേകതകൾ അറിയാം, നന്മകൾ അറിയാം, കുറവുകൾ അറിയാം, സാധ്യതകൾ അറിയാം, കുടുംബം അറിയാം, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ അറിയാം, ആവശ്യങ്ങൾ അറിയാം. ഇതെല്ലാം അറിഞ്ഞ് ഓരോ കുഞ്ഞിനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവരെ വളർത്തിയെടുക്കാനും അറിവ് പകർന്നു കൊടുക്കുക മാത്രമല്ല സഭയുടെ, രാഷ്ട്രത്തിൻ്റെ, സമൂഹത്തിൻ്റെ ഒക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരെ വളർത്തിയെടുക്കാനും സിസ്റ്റർ അത്യധ്വാനം ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്, നാളെ ഇവിടെ ഒത്തിരി കുഞ്ഞുങ്ങളും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾ എത്തിക്കൂടാൻ സാധ്യതയുണ്ട് സിസ്റ്ററിന് ഒരു അന്ത്യയാത്ര ചൊല്ലാനായിട്ട്. കാരണം ആയിരുന്ന ഇടങ്ങളിലെല്ലാം അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ നല്ലൊരു സ്ഥാനം സിസ്റ്ററിന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റർ അവസാനം സ്കൂളിലായിരുന്നത് ഒന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ നിന്നാണ് ഈ മാർച്ച് മാസത്തിൽ റിട്ടയർ ആകുന്നത്. അവിടെ ഇതിനു മുൻപ് ഒരു 6 വർഷക്കാലം ആ ഒരു സമൂഹത്തിൻ്റെ സുപ്പീരിയറായിട്ട് ശുശ്രൂഷ ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്ന സമയത്ത് ദൈവദാൻ എന്ന് പറയുന്ന ഒരു കൊച്ചു പരിപാടി, കൊച്ചതല്ല ഒരു വലിയ പരിപാടി തന്നെയാണ്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയിട്ട് സിസ്റ്റർ രൂപപ്പെടുത്തി. അങ്ങനെയുള്ളവരെ ഈ അടുത്തല്ല അകലെ നിന്നുമൊക്കെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള നിലകളിലുള്ള ആളുകൾ അവിടെ വരികയും സിസ്റ്റർ ഏറെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും അതുവഴിയായിട്ട് ദൈവം ദാനമായി കുഞ്ഞുങ്ങളെ നൽകിയ ഏറെയേറെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ സിസ്റ്റർ ഹെയ്സ്ലെറ്റ് എസ് ഡിക്ക് ഒരു അഭിമാനവും ദൈവം തന്നൊരു സമ്മാനവുമായിരുന്നു എന്ന് ഒത്തിരി ആത്മാർത്ഥതയോടും സന്തോഷത്തോടും കൂടി പറയാനായിട്ട് സാധിക്കും. സിസ്റ്റർ ഹെയ്സ്ലെറ്റിൻ്റെ ബാച്ചിൽ ആണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇത്രയും വിലയുള്ള, ഇത്രയും നിധിയായിട്ടുള്ള ഒരു സമർപ്പിത ജീവിതം ത്തിന് സാക്ഷിയാകാൻ ഞങ്ങൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. ജീവിതവും സമർപ്പണവും ഒക്കെ ഒത്തിരിയേറെ ആസ്വദിച്ചിരുന്നൊരു വ്യക്തിയാണ്. ശാരീരികമായ രോഗങ്ങളോ അസ്വസ്ഥതകളോ മറ്റ് ഉത്തരവാദിത്വത്തിൻ്റെ ബുദ്ധിമുട്ടുകളോ ഒക്കെ ബാധിക്കുമ്പോഴും അതൊന്നും തൻ്റെ സമർപ്പണത്തെ ബാധിക്കാതിരിക്കാൻ തക്കവിധം, തൻ്റെ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ തക്കവിധം നല്ലൊരു ജാഗ്രത സിസ്റ്ററിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതിനൊരു കാരണം മനസ്സിലാകുന്നത് ഒരു അസാധാരണമായ എന്ന് പറഞ്ഞാൽ തുലനം ചെയ്യാൻ പറ്റാത്ത ഒരു ആത്മധൈര്യം സിസ്റ്ററിനുണ്ടായിരുന്നു. ജീവിതത്തിലെ എന്തിനേയും അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം, ആ ധൈര്യം ഉള്ളിലുണ്ട്. ചുറ്റുമുള്ളവർക്കും ഞങ്ങൾക്കും എല്ലാം അത് പകർന്നു തരും. പോട്ടെന്നേ, തോറ്റു കൊടുക്കരുത്, നമുക്ക് വിജയിക്കണം, അതൊക്കെ കടന്നു പോകും, അതൊന്നും സാരമില്ല എന്നിങ്ങനെയുള്ള വാക്കുകൾ ഇപ്പോഴും
ഞങ്ങളുടെയൊക്കെ ചെവികളിൽ ഇങ്ങനെ എക്കോ ചെയ്യുകയാണ്. കാരണം എപ്പോഴും ഒരു ഊർജ്ജമാണ് സമൂഹത്തിന്. ആ ഒരു സാന്നിധ്യം തന്നെ ഞങ്ങൾക്കൊരു അനുഭവമാണ്. ഞങ്ങളുടെയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലും ഞങ്ങളുടെയൊക്കെ വീടുകളും വീട്ടിലുള്ളവരെയും എല്ലാം നല്ലപോലെ അറിഞ്ഞ് സ്നേഹിച്ച് ഈ ഒരു മരണവാർത്ത ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ അറിയിച്ചപ്പോൾ ഒത്തിരി വേദനയോടുകൂടിയാണ് അവരത് സ്വീകരിച്ചതും മനസ്സിലാക്കുന്നതും. കാരണം ഇത് സംഭവിക്കാൻ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല, ആഗ്രഹിച്ചിരുന്നില്ല ആരും ഇത്ര വേഗം ഇത് സംഭവിക്കാനായിട്ട്. പക്ഷേ തിരുവചനത്തിൽ പറയുന്നത് പോലെ നീതിമാന്മാരുടെ മരണം ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണെന്ന് തന്നെ ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഒരു നീണ്ട ആയുസ് മുഴുവൻ സിസ്റ്റർ ഹേസ്ലെറ്റ് ചെയ്ത് തീർക്കേണ്ടതെല്ലാം ഈ ഒരു 56 വയസ്സിനുള്ളിൽ അല്ലെങ്കിൽ 34 വർഷത്തെ സമർപ്പണ ജീവിതത്തിനുള്ളിൽ ഓടി ചെയ്ത് തീർത്തു എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ദൈവം ആഗ്രഹിച്ചതെല്ലാം പൂർത്തിയാക്കി ഹേസ്ലെറ്റിലൂടെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനായിട്ടുള്ള ഒരു സന്നദ്ധതയും ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച് നിത്യതയിലേക്ക് സിസ്റ്റർ ഹേസ്ലെറ്റ് യാത്രയായിരിക്കുകയാണ്. ഞാനിത് ഇവിടെ നിന്ന് പങ്കുവയ്ക്കുന്നതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അതിലേറെ ഒരു സങ്കടത്തോടും കൂടെ തന്നെയാണ് ഞാനിത് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു വ്യക്തിത്വം ഞങ്ങളുടെയൊക്കെ ഇടയിൽ നിന്ന്, ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് തന്നെ ആ സാന്നിധ്യം ഇല്ലാതായി എന്നുള്ളത് ഞങ്ങളെ ഏറെ ദുഃഖിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഇത്രയും കാലം ദൈവം വലിയൊരു നിധിയായി ഞങ്ങൾക്ക് നൽകിയ ഹേസ്ലെറ്റിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയാണ്.